ഇസ്രയേലിൻ്റെ ലെബനൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 570 ചില രാജ്യങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾ കാറ്റിൽ പറത്തുന്നുവെന്ന് UN സെക്രട്ടറി ജനറൽ പറഞ്ഞു. ഇസ്രയേലിൻ്റെ ആക്രമണത്തെ അപലപിച്ച് അറബ് രാജ്യങ്ങൾ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ലെബനിൽ നടക്കുന്ന ഏറ്റവും വംശഹത്യ എന്ന വിധി എഴുതി പല ആളുകളും രംഗത്ത് വരുമ്പോൾ PP ജെയിംസ് കൂടി നമുക്കൊപ്പം അണിചേരുന്നു ഇതിനെ അപലപിക്കാൻ. ഗുഡ് മോർണിംഗ് PP ജെയിംസ്. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാ ജെയിംസ് നടക്കുന്നത്? യുദ്ധം കൊണ്ട് എന്ത് നേടുന്നു? ഇതിലെ ഏറ്റവും വിഷമകരമായ കാര്യം എന്ന് പറയുന്നത് ഈ ലെബനൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒറ്റ ദിവസത്തിൽ 500ഓളം പേർ കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഇസ്രായേൽ വലിയ ഒരു അഹങ്കാരത്തിൽ നിന്നാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ യുദ്ധത്തിൻ്റെ തന്ത്രത്തിൽ തൽക്കാലത്തേക്കെങ്കിലും ലെബനൻ്റെ ഹെസ്ബുള്ളയെ കടത്തി വെട്ടിയിരിക്കുകയാണ് ഇസ്രായേൽ. ആദ്യം പേജർ ബോംബ്, പിന്നെ വാക്കി ടോക്കി ബോംബ്, അതെല്ലാം കഴിഞ്ഞ് ദിനം പ്രതി ഈ 100 കണക്കിന് യുദ്ധവിമാനങ്ങൾ ഇവരുടെ ലൊക്കേഷൻസ് കേന്ദ്രങ്ങളിൽ ഹെസ്ബുള്ളയുടെ ഈ റോക്കറ്റ് ലോഞ്ചിങ് ലൊക്കേഷൻസ് തകർത്ത് കളയുന്നു. അവരുടെ വാദം കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 9000 റോക്കറ്റുകൾ ലെബനൻ വടക്കൻ ഇസ്രായേലിലേക്ക് അയച്ചു. അവിടെ 60,000 പേർക്ക് ഒഴിഞ്ഞു പോകേണ്ടി വന്നു. കുറേ പേർ കൊല്ലപ്പെട്ടു. മിലിറ്ററി കേന്ദ്രങ്ങൾ തകർന്നു. അതുകൊണ്ട് ഇനി ഹെസ്ബുള്ള അതിർത്തിയിലേക്ക് വരാൻ പറ്റാത്ത വിധത്തിലുള്ള ആക്രമണമാണെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഹെസ്ബുള്ളയുടെ കേന്ദ്രത്തേക്കാൾ അവർ ആക്രമിക്കുന്നത് ലെബനീസ് ജനതയ്ക്ക് മേലാണ്. അവരാണ് കൊല്ലപ്പെടുന്നത്. 500 പേർ കൊല്ലപ്പെട്ടതിൽ കൂടുതലും ഹെസ്ബുള്ളയുടെ പ്രവർത്തകരല്ല, കൂടുതലായിട്ട് ജനങ്ങളാണ് കൊല്ലപ്പെടുന്നത്. 5 ലക്ഷം പേർ പലായനത്തിലാണ്. വല്ലാത്ത രീതിയിലുള്ള ഭീതിയാണ് പരന്നിരിക്കുന്നത്. തെക്കൻ ലെബനിൽ നിന്ന് കിഴക്കൻ ലെബനിൽ നിന്ന് വലിയ അഭയാർത്ഥി പ്രവാഹമാണ്. ഗസയിൽ സംഭവിച്ചതുപോലെ കഴിഞ്ഞ ഒരു വർഷമായി ഗസയിലെ ജനങ്ങൾ, പലസ്തീനികൾ നെട്ടോട്ടമാണ്. അതേ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങൾ. എന്തായാലും ഇസ്രായേലിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ യോയോഫ് ഗാലൻ്റ് അവിടുത്തെ ആർമിയെയും മൊസാദിനെയൊക്കെ അഭിനന്ദിച്ചിരിക്കുന്നു. വളരെ തന്ത്രപരമായ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത് എന്ന രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമാകുന്നു. UN ജനറൽ അസംബ്ലിയിൽ അറബ് രാജ്യങ്ങൾ, മറ്റ് ലോകരാജ്യങ്ങളൊക്കെ ഇസ്രായേലിൻ്റെ നടപടി അതിനിശ്ചിതമായി വിമർശിക്കുന്നുണ്ട്. പക്ഷേ ലെബനൻ്റെ നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് ഇക്കാര്യത്തിൽ അമേരിക്ക വേണ്ടത്ര താല്പര്യം കാണിക്കുന്നില്ല. ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ ആയുധം കൊടുക്കുന്ന അമേരിക്കയാണ്. പക്ഷേ അതേ അമേരിക്ക തന്നെ ജോ ബൈഡൻ ഇന്നലെ ജനറൽ അസംബ്ലിയിൽ പ്രസംഗിച്ചിട്ടും ലെബനീസ് യുദ്ധത്തെക്കുറിച്ച് കാര്യമായി ഒന്നും പറഞ്ഞില്ല. ലെബനന് നടത്തുന്ന ആക്രമണത്തെക്കുറിച്ച് പറഞ്ഞില്ല. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്ന ഈ യുദ്ധം ഹെസ്ബുള്ളക്കെതിരെയാണ്, ജനങ്ങൾക്കെതിരെയല്ല. അതുകൊണ്ട് ജനങ്ങൾ പലായനം ചെയ്യുക, പിന്നീട് നിങ്ങൾക്ക് തിരിച്ചു വരാമെന്നാണ്. തിരിച്ചു വരുമ്പോൾ വീടോ അർത്ഥങ്ങളൊന്നും കാണുമെന്ന് യാതൊരു ഉറപ്പുമില്ല. കാരണം 1600-നും 2000-നും ഇടയ്ക്ക് പ്രദേശങ്ങളിലാണ് ഇസ്രായേലിൻ്റെ 100 കണക്കിന് യുദ്ധവിമാനങ്ങൾ അവിടെ മരണം വിതച്ചിരിക്കുന്നതും തീ തുപ്പിയതും. അപ്പോൾ ആ തരത്തിൽ യുദ്ധം അതീവ സങ്കീർണമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗസയിലും ഇസ്രായേൽ ആക്രമിക്കുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. പാലസ്തീനിൽ നടത്തുന്ന അതിക്രമങ്ങൾ നിർത്തണമെന്ന് ഇന്ത്യയുടെ നിലപാട് വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും പറഞ്ഞിട്ട് കേൾക്കാൻ ഇസ്രായേൽ തയ്യാറാവുന്നില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഡു ഓർ ഡൈ ബാറ്റിൽ എന്ന നിലയിലാണ്. പക്ഷെ ഒരു കാര്യം ലോക മാധ്യമങ്ങളൊക്കെ പറയുന്നത്, ഹെസ്ബുള്ളയെ കുറച്ച് കാണേണ്ട ഏറ്റവും കൂടുതൽ ടണലുകൾ, ഒരുപക്ഷെ ഹമാസ് ഗസയിൽ ചെയ്തതിനേക്കാൾ കൂടുതൽ തുരങ്കങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഹെസ്ബുള്ളയാണ്. ലോകത്തിലെ ഒരു രാജ്യത്തിനല്ലാതെ ഏറ്റവും വലിയ ഒരു സൈനിക ടീം, 100,000-ലേറെ ട്രെയിൻഡ് പ്രൊഫഷണൽസ് ഉള്ളത് ഹെസ്ബുള്ളയ്ക്കാണ്. പക്ഷേ ഹെസ്ബുള്ളയ്ക്ക് വലിയ അടി പറ്റിയിരിക്കുന്നു. പേജർ ബോംബുകൾ, അതുപോലെ തന്നെ വോക്കി ടോക്കി പൊട്ടിത്തെറിച്ച് മരിച്ചിരിക്കുന്നത് ഹെസ്ബുള്ളയുടെ ഉന്നതത്തിലിരിക്കുന്ന ആൾക്കാർ പലരുമാണ്. അവരുടെ കമാൻഡർ ഇന്നലെ കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പേര് ഇബ്രാഹിം മുഹമ്മദ് ഖൊബൈസി എന്നാണ്. അപ്പോൾ പ്രത്യേകിച്ച് മിസൈലുകളും റോക്കറ്റുകളും ഉപയോഗിക്കുന്നതിൻ്റെ തലവനായിരുന്ന അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള അടി കിട്ടിയിരിക്കുന്നു. ആ രാജ്യത്തിന് വല്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്നു. ഓക്കെ, താങ്ക് യു PP ജെയിംസ്. മറ്റൊരു കാര്യം, യുക്രൈന് ക്ലസ്റ്റർ ബോംബ് അടക്കം ഒരുപാട് സൈനിക സഹായം നൽകാൻ അമേരിക്ക മുന്നോട്ട് വന്നു. ഇതിനിടയിൽ ഈ യുക്രൈൻ പ്രസിഡന്റിനെ കാണാൻ ഡൊണാൾഡ് ട്രംപ് വിസമ്മതിച്ചു എന്ന രീതിയിൽ വാർത്ത വരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നയം വളരെ വ്യക്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ യുക്രൈൻ യുദ്ധം ഈ ഇസ്രായേൽ ഹമാസ് അല്ലെങ്കിൽ ഇസ്രായേൽ ഹെസ്ബുള്ള യുദ്ധത്തോടൊപ്പം തന്നെ ലോകവേദിയിൽ ജനറൽ അസംബ്ലിയിൽ വല്ലാത്ത ചർച്ച നടക്കുകയാണ്. 2.5 വർഷം പിന്നിട്ടു. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നും നേടിയിട്ടില്ല. റഷ്യയും ജയിക്കുന്നില്ല, ഉക്രൈനും ജയിക്കുന്നില്ല. അപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണെങ്കിൽ അണ്വായുധം പ്രയോഗിക്കുമെന്ന ഭീഷണിയിൽ നിൽക്കുകയാണ്. അതിനിടയിലാണ് ഈ തരത്തിലുള്ള ഇതുണ്ടായിട്ടുള്ളത്. യുക്രൈന് വലിയ സൈനിക സഹായം നൽകാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ UN ജനറൽ അസംബ്ലിക്കിടെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ക്ലസ്റ്റർ ബോംബുകൾ, സാധാരണ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കുന്നതിന് വിലക്കുണ്ട്. ക്ലസ്റ്റർ ബോംബുകളടക്കം ഒരുപാട് ആയുധങ്ങളാണ്
ഉക്രൈൻ അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിനെതിരെ റഷ്യ പ്രതിഷേധിച്ചിട്ടുണ്ട്. ദീർഘദൂരം മിസൈലുകൾ ഉപയോഗിക്കാൻ മാത്രമാണ് അനുമതി നൽകാത്തത്. എന്തായാലും ജനറൽ അസംബ്ലിയിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും ആലിംഗനം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ വൈറലാണ്. നേരത്തെ അദ്ദേഹം ഉക്രൈനിൽ കീവിൽ പോയി വ്ളാഡിമിർ സെലൻസ്കിയെ ആലിംഗനം ചെയ്തതും വലിയ വാർത്തയായിരുന്നു. എന്തായാലും ഇന്ത്യ ഉക്രൈനോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു മധ്യസ്ഥതയ്ക്ക് ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് അമേരിക്കയിലുള്ള സെലൻസ്കിയെ കാണാൻ വിസമ്മതിച്ചിരിക്കുകയാണ്. താൻ അധികാരത്തിൽ വന്ന പിറ്റേ ദിവസം ഉക്രൈൻ യുദ്ധം നിർത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അമേരിക്ക ഉക്രൈന് നൽകുന്ന സഹായം നിർത്തിവെക്കുമെന്നാണ് ട്രംപ് ഉദ്ദേശിച്ചത്. ട്രംപിന് സെലൻസ്കിയെ വലിയ താല്പര്യമില്ല. കൂടുതൽ താല്പര്യം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോടാണ്. എന്തായാലും അമേരിക്കയിലെ രാഷ്ട്രീയത്തിൽ റോയിട്ടേഴ്സ് നടത്തിയ സർവേയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്ന SKN വൻ മുന്നേറ്റമാണ് കമല ഹാരിസ് നടത്തിയിരിക്കുന്നത്. ട്രംപിന് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. 7 പോയിന്റുകൾക്കാണ് ലീഡ് ചെയ്യുന്നത് കമല ഹാരിസ്. SKN. താങ്ക് യു പി ജെയിംസ്. വിദേശ വാർത്തകളുമായി പി ജെയിംസ് നാളെ ഈ പരിപാടിയിൽ മിക്കവാറും ഇതേ സമയം ഉണ്ടാകും.